എല്ലാവർക്കും നമസ്കാരം. പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തിന്റെ നടയിലാണ് ഞാൻ ഇരിക്കുന്നത്. കേരളത്തിലെ തന്നെ വരാഹമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. വളരെ മനോഹരമായ ശാന്തമായ അന്തരീക്ഷമുള്ള ഒരു ക്ഷേത്രം. 4000 വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് പറയുന്നത്. പാലക്കാട് ജില്ലയിലെ കുമ്പിടിക്കടുത്തുള്ള പന്നിയൂരാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 17 കിലോമീറ്ററാണ് പട്ടാമ്പിയിൽ നിന്ന് പറയുന്നത്. വരാഹമൂർത്തി കൂടാതെ ഒത്തിരി ഉപദേവതകൾ കൂടിയുണ്ട് ഇവിടെ. ഭഗവതി, ശിവൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, ഇതൊക്കെ ഈ ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്തിപ്പുറത്തേക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്ത് തന്നെയല്ല, തീർത്തും ഒറ്റപ്പെട്ട രീതിയിൽ വരാഹമൂർത്തി ക്ഷേത്രവും അതിനോട് ചുറ്റുമായിട്ടാണ് ഈ ഉപദേവതകളെല്ലാം ഉള്ളത്. നമുക്ക് ക്ഷേത്രവും അതിന്റെ പരിസരങ്ങളും കാണാം കേട്ടോ. പാലക്കാട് ജില്ലയിലെ കുമ്പിടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഏകദേശം 4000 വർഷം പഴക്കമുള്ള പ്രശസ്തമായ ഹൈന്ദവ ക്ഷേത്രമാണ് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണിത്. വിഷ്ണുവിൻ്റെ വരാഹ അവതാരമാണ് ഇവിടെ പ്രതിഷ്ഠ. ഭൂമിദേവി സമേതനായ വരാഹമൂർത്തിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷത പെരുന്തച്ചൻ നിർമ്മിച്ചു എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല, ചുറ്റിലും ഉപദേവതകൾ കൃത്യമായ മറ്റൊരു ക്ഷേത്രമായി തന്നെ നിലകൊള്ളുന്നു. വടക്കേ ഗോപുരത്തിൽ ശിവൻ, അയ്യപ്പൻ, ദുർഗാഭഗവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, ലക്ഷ്മീനാരായണൻ എന്നിവർക്ക് പുറമെ ചിത്രഗുപ്തൻ്റെയും യക്ഷിയുടെയും സാന്നിധ്യവുമുണ്ട്. മകരമാസത്തിലെ അശ്വതി നാളിൽ പ്രതിഷ്ഠാദിനമാണ്. മീനമേടമാസങ്ങളിൽ വരാഹജയന്തി, മേടത്തിൽ വിഷുക്കണി, കന്നി തുലാം മാസങ്ങളിൽ പൂജവയ്പ് എന്നിവ ഇവിടെ പ്രധാനമാണ്. കോഴിക്കോട് സാമൂതിരിയുടെ കീഴിലുള്ള ഈ ക്ഷേത്രം ദീർഘകാലം കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു. ഇതിൻ്റെ ഐതിഹ്യം പ്രധാനമായും 2 വിധത്തിലാണുള്ളത്: പരശുരാമനും പ്രതിഷ്ഠയും. ക്ഷേത്രം ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് പരശുരാമൻ നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം. ക്ഷത്രിയ നിഗ്രഹത്തിന് ശേഷം താൻ നേടിയ ഭൂമിയെല്ലാം കശ്യപന് ദാനം ചെയ്ത പരശുരാമൻ തപസ്സിനായി കടലിൽ നിന്ന് വീണ്ടെടുത്ത ഭൂമിയാണ് കേരളമെന്ന് പറയപ്പെടുന്നു. മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തെ ആരാധിക്കാൻ ഭഗവാൻ തന്നെ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് പരശുരാമൻ ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. കേരളത്തിൽ പരശുരാമൻ സ്ഥാപിച്ച ആദ്യത്തെ ക്ഷേത്രമാണ് ഇതെന്നും കരുതപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ ചുമതല വിശ്വകർമാവായ പെരുന്തച്ചനായിരുന്നു. സ്വർഗത്തിലെ ക്ഷേത്രങ്ങളെക്കാൾ മനോഹരമായി ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത് കണ്ട് ദേവേന്ദ്രൻ അസൂയാലുവാവുകയും നിർമ്മാണം തടസ്സപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്തു. കൂടാതെ നിർമ്മാണത്തിനിടെ ഓരോ കാര്യത്തിലും ഊരാളന്മാർ മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് പെരുന്തച്ചനെ മടുപ്പിച്ചു. ഒടുവിൽ ക്ഷമ നശിച്ച പെരുന്തച്ചൻ ക്ഷേത്ര നിർമ്മാണം ഒരിക്കലും പൂർത്തിയാകില്ലെന്ന് ശപിച്ചുകൊണ്ട് തൻ്റെ ഉളിയും മുഴക്കോലും അവിടെ ഉപേക്ഷിച്ചുപോയി. പെരുന്തച്ചൻ ഉപേക്ഷിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ഉളി ഇന്നും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ മനോഹരമായ ഒരു മത്സ്യതീർത്ഥമുണ്ട് ഇവിടെ. വരാഹമൂർത്തി ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തായി പരശുരാമൻ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന മത്സ്യതീർത്ഥം എന്നറിയപ്പെടുന്ന ഒരു കുളവുമുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പൂജ, വഴിപാട് ഭൂമി പൂജയാണ്. ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് വരാഹമൂർത്തി. ജാതി മതഭേദമന്യേ ഈ ഒരു കാര്യത്തിനു വേണ്ടി ഇവിടെ ആളുകൾ ദൂരദേശത്ത് നിന്ന് പോലും എത്തിച്ചേരുന്നു എന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചത്. ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഭൂമിയുടെ ദോഷങ്ങൾക്കോ ഒക്കെയുള്ള പ്രത്യേക പൂജ എല്ലാ ദിവസവും ഇവിടെ നടക്കുന്നുണ്ട്. അതുകൂടാതെ അഭീഷ്ടസിദ്ധി പൂജ ഇവിടെ പ്രധാനമാണ്. എല്ലാവരും കണ്ടില്ലേ? അപ്പൊ ഇനി മറ്റൊരു ക്ഷേത്രവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും സ്നേഹം.